വിദ്യാർത്ഥികളെ ഒറ്റുകൊടുത്ത കേരള വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ മന്ത്രി പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ കോൺക്ലേവിൽ. പ്രതിഷേധ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും മന്ത്രി ചെയ്തില്ല. വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും വലിയൊരു പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കോൺക്ലേവിൽ പങ്കെടുത്ത് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് നമുക്കറിയാം, ഈ CJPയുടെ പ്രതിഷേധം തുടങ്ങി ഇന്നേക്ക് നോക്കുമ്പോൾ ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പിന്തുണയും അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ CJPക്ക് പിന്തുണയുമായി എത്തിയത്. ഇന്നിപ്പോഴത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഇത്രയും വലിയൊരു പ്രതിഷേധം അവിടെ അരങ്ങേറുമ്പോൾ കോൺക്ലേവിൽ പങ്കെടുത്ത് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവന്തിക, തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ദില്ലി കേരള ഹൗസിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നലെ എത്തിയ മന്ത്രി ഒരു തരത്തിലും ഈ CJP പ്രതിഷേധം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസും ലീഗും എല്ലാം തന്നെ ഈ തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ കണ്ണടയ്ക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തുകയും എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും വിദ്യാർത്ഥികളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നടപടി തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാജ്യ തലസ്ഥാനത്ത് അത്രത്തോളം വലിയ സമരങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം, വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ദില്ലി പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയൊരു സമരമുണ്ടാകുന്നു. ആ സമരത്തിൽ കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലും ഇത്തരത്തിൽ ദില്ലി പോലീസ് മാൻ ഹാൻഡിൽ ചെയ്യുന്നു, കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിക്കേൽക്കുന്നു. അതിനുശേഷം വലിയ തരത്തിലൊരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടക്കുന്നു. ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസും ലീഗും ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് നടത്തിയിരുന്നു. അത്രത്തോളം വലിയ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇതിലൊന്നും, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന സമരങ്ങളെ കൂസാക്കാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി എന്തായാലും ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിന് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാറുണ്ട്. അത് ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർക്കുന്ന ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ SSK ഫണ്ടിനെ PM ശ്രീയുമായി ഒരിക്കലും ബന്ധിപ്പിക്കരുത് എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് മുൻ LDF സർക്കാരിന്റെ അതേ വാദം തന്നെ ആവർത്തിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ SSK ഫണ്ട് നൽകാൻ തയ്യാറായിരുന്നില്ല. അത് PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തത് കൊണ്ടാണ് SSK ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് കോടതിയിലടക്കം സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ ഒരു വാദം അത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞു വെക്കുന്നതിന് എതിരെയൊക്കെ സംസ്ഥാന സർക്കാർ, അന്നത്തെ LDF സർക്കാർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസ് അന്നും മൗനം പാലിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. UDF അന്ന് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രതിഷേധത്തിനൊപ്പം കൂടാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധങ്ങളോട് ഈ SSK ഫണ്ട് അനുവദിച്ചു തരണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ചിരുന്നവരാണ് ഇന്നിപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് LDF സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന നിരത്തിയിരുന്ന അതേ വാദങ്ങൾ തന്നെ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്. അവന്തിക, വിഷ്ണു, ഇപ്പോൾ ഈ PM ശ്രീ നടപ്പിലാക്കാത്തതിനാൽ ഈ SSK ഫണ്ട് തടഞ്ഞു വെക്കുന്നത് അന്ന് LDF സർക്കാർ എതിർത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഈ ഫണ്ട് അത് ഈ PM ശ്രീയുമായി കൂട്ടിച്ചേർക്കരുതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളതല്ലേ? അവന്തിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാരിന് SSK ഫണ്ടിൽ 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്.
ഈ 1500 കോടി രൂപ SSK ഫണ്ടിനെ PM ശ്രീയുമായി കൂട്ടിക്കെട്ടരുത് എന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ UDF സർക്കാർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു വാദം കൂടി ഇവിടെ പൊളിയുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ മുൻ LDF സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി ഒപ്പിട്ടു, അതുകൊണ്ട് ഇനി പിന്മാറാൻ കഴിയുകയില്ല എന്നൊരു വാദം കൂടിയാണ് ഇവിടെ പൊളിയുന്നത്. കാരണം അത്തരത്തിൽ സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് മന്ത്രിക്ക് അത്തരത്തിൽ SSK ഫണ്ട് PM ശ്രീയുമായി കൂട്ടിക്കെട്ടരുത്, PM ശ്രീ നടപ്പാക്കാത്തത് കൊണ്ട് SSK ഫണ്ട് തടഞ്ഞു വെക്കരുത് എന്ന് എന്തുകൊണ്ട് സംസ്ഥാന മന്ത്രിക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്തിക, അതായത് കഴിഞ്ഞ മുൻ LDF സർക്കാർ വാദം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അംഗീകരിക്കുന്നു എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അവന്തിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മുൻ സർക്കാരിന്റെ മുൻ LDF സർക്കാരിന്റെ വാദങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ UDF സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതുതന്നെയാണ് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെടുന്നത്. SSK ഫണ്ടിനെ ഒരു കാരണവശാലും ഇത്തരത്തിൽ PM ശ്രീയുമായി കൂട്ടിക്കെട്ടരുത്. PM ശ്രീ ഭാഗമാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ PM ശ്രീ സംസ്ഥാനത്ത് നടപ്പാക്കാത്തത് കൊണ്ട് SSK ഫണ്ട് തടഞ്ഞു വെക്കരുത്. സംസ്ഥാനത്തിന് കിട്ടാനുള്ള 1500 കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് തന്നെയാണ് മുൻകാലങ്ങളിൽ LDF സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് LDF സർക്കാരിനെ എതിർത്ത ആളുകളാണ് ഇപ്പോൾ LDF സർക്കാർ മുന്നോട്ട് വെച്ച അതേ ആവശ്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്തിക.